പ്രത്യേകിച്ച് ഒരു ആര്യ എന്ന് പറയുന്ന ഒരു എന്താ പറയാ കോസ്റ്റ്യൂമർ കൂടിയാണ്. ഇത്രയും കോസ്റ്റ്യൂമുകളൊക്കെ കയ്യിൽ വെച്ചിട്ട് ഏത് ഇടണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളായിരിക്കും. സാരിക്കട മയിലാളി. അതേ ടെൻഷൻ നമുക്കതൊരു ടെൻഷൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങളുടെ തലവിധിയാണ്. പെണ്ണുങ്ങൾ എന്തിടുന്നു അതിനനുസരിച്ചുള്ള കഷണങ്ങൾ തയ്പ്പിച്ച് ഇറങ്ങി വരിക എന്നുള്ള അങ്ങനെയല്ലേ നടക്കുന്നത്. അവര് ലെഹങ്ക കിട്ടി കഴിഞ്ഞ് കിളിപ്പച്ചയാണെങ്കിൽ നമ്മൾ കിളിപ്പച്ച മുണ്ടും ഷർട്ട് ഇട്ട് വരണം. അവരൊരു സാരി എടുത്തു കഴിഞ്ഞാൽ ആ സാരിയുടെ കളറിനുള്ള ഷർട്ട് ഇടണം. വേറെ നിവർത്തിയില്ല. പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യാനുള്ള ആണുങ്ങൾക്ക്? ഇപ്പൊ പെൺകുട്ടികളാകുന്ന സമയത്ത് അവർക്ക് സാരി, ചെലങ്ക, അതിന് ചെക്കതായ മാല, അതൊന്നല്ല, ഒരു 9 എണ്ണം കാണും ഇതുവരെ. പിന്നെ നെറ്റിച്ചുട്ടി, പിന്നെ ഇവിടെ ബ്ലൂഷസ്, നമുക്ക് എന്തുണ്ട്, ഒരു ചെരുപ്പ്, ഒരു വാച്ച് കൂടി പോയ 2 മോതിരം. പിന്നെ ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല, സത്യം പറയാലോ. അതിനിടയിൽ ഇങ്ങനെ പല തരത്തിലും കാഞ്ചീവരം എന്നുള്ള പേരിൽ പലരും ഈ സാരികൾ വിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു CFO എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു പ്രതികരിച്ചുകൊണ്ടിരുന്നത്? ഇല്ലേ, ഇതിപ്പം ബേസിക്കലി കോൾ സെക്രട്ടറി ഞാനായിരിക്കും ഈ പ്രശ്നപരിഹാര കമ്മിറ്റി ഞാനാണ്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറയാം എനിക്ക് വിട്ടാതെ ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ചാനൽ നമ്മൾ കൊടുക്കും. നമ്മളെ പറ്റിക്കുന്ന ഈ പറയുന്ന ഇപ്പം സ്കാം ഭയങ്കര കൂടുതലായിട്ട് നടക്കുകയാണല്ലോ. അപ്പം സ്കാമൊക്കെ വരുമ്പോൾ ഞാനായിരിക്കും കൂടുതലും കസ്റ്റമറിനോട് സംസാരിക്കുന്നത്. ചിലരൊക്കെ ചീത്ത വിളിക്കും, നമ്മൾ കേൾക്കും. ചിലർ പേഴ്സണലായിട്ട് പറയും. അപ്പൊ ചിലപ്പോൾ തിരിച്ചെല്ലാം പറയും. അതല്ലേ പിടിച്ചേക്കും.